എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ 2026 വർഷത്തെ കൂറുഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാനത്തെ പാദവും 2 പാദവും, ചതയം പൂരോരുട്ടാതിയുടെ ആദ്യ 3 പാദവുമാണ് കുംഭക്കൂറ്. കുംഭക്കൂറുകാർ പൊതുവെ അന്തർമുഖരാവുകയും തങ്ങളുടെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനേകം വിപരീത അനുഭവങ്ങളെ ഓർമ്മയിലെടുത്ത് എപ്പോഴും ദുഃഖിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ആയിത്തീരുന്നതുകൊണ്ട് പലപ്പോഴും ഇവരുടെ ജീവിതം പൂർണ്ണമായി തീരാറുണ്ട്. അവരെപ്പോഴും ചെയ്യേണ്ടത് തങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ വിപരീത അനുഭവങ്ങളെയും മറന്നുകൊണ്ട് എപ്പോഴും സന്തോഷകരമായ അനുഭവങ്ങളെ ഓർത്തെടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി തീരും. കുംഭക്കൂറുകാർക്ക് പൊതുവെ ഈ വർഷം അത്ര നന്നായി കാണുന്നില്ല. കുംഭക്കൂറുകാർ എപ്പോഴും തങ്ങളുടെ ആരോഗ്യം ഈ വർഷം ശ്രദ്ധിക്കണം. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. പെട്ടെന്നുണ്ടാവുന്ന സുഹൃബന്ധങ്ങളിൽ വിശ്വസിച്ച് അവരുടെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക. കുടുംബത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ വെച്ച് പുലർത്തുക. സന്താനങ്ങളുടെ ആരോഗ്യ കൂടുതൽ ശ്രദ്ധിക്കുക. ഇതെല്ലാം 2026 കുംഭക്കൂറുകാർ അനുവർത്തിക്കേണ്ടതാണ്. എങ്കിലും കുംഭക്കൂറുകാർക്ക് പുതിയ ഗൃഹലാഭവും സുഹൃത് ലാഭത്തിനും സാധ്യത കാണുന്നു. എങ്കിലും തൊഴിൽ മേഖലകളിൽ വളരെയധികം ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലരുടെ പെരുമാറ്റം തൊഴിൽ മേഖലകളിൽ വിപരീതമായ അനുഭവം ഉണ്ടാവുകയോ ഉള്ള തൊഴിൽ നഷ്ടപ്പെടുവാനോ സാധ്യതയുള്ളതുകൊണ്ട് കുംഭക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വർഷം. ശാസ്താവിനെ ഭജിക്കുക, ശനിയാഴ്ച ദിവസം വ്രതമെടുക്കുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര, പിൻവിളക്ക് മുതലായതൊക്കെ ചെയ്യുക, വൃദ്ധജനങ്ങളെ സഹായിക്കുക, അവർക്ക് ഭക്ഷണം, വസ്ത്രം മുതലായവ നൽകുക, കാക്കയ്ക്ക് വിശേഷമായി അന്നം നൽകുന്നതും ഈ കുംഭക്കൂറുകാരുടെ ഈ ദോഷഫലങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. ഈ വർഷം കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് കാണുന്നു.